കണ്ണാടി വീട്ടിൽ വെച്ച കല്യാണം മുടങ്ങോ ഇല്ലയോ എന്നൊക്കെ അറിയുന്നതിന് മുൻപ് ഇതുപോലിരുന്നൊരു കണ്ണാടിയെ ഇങ്ങനെ മനോഹരമാക്കിയൊരു വീഡിയോന്റെ ചെറിയ ഭാഗം നമുക്കൊന്ന് കണ്ടിട്ട് വരാം. സന്തോഷമാണ് എനിക്ക് വലുത്. കല്യാണം മുടങ്ങുന്നതോ സൗന്ദര്യം നഷ്ടപ്പെടുന്നതോ ദാരിദ്ര്യം വരുന്നതിനോ കാരണം ഈ പൊട്ടിയ കണ്ണാടിയിൽ മുഖം നോക്കുന്നത് കൊണ്ടാണ് എന്ന് വിശ്വസിക്കുന്നവർക്ക് അതെടുത്ത് ദൂരെ കളയാം. അല്ലാത്തവർ ഇതൊന്ന് ചെയ്തു നോക്കൂ. ഈ ഒരു ഭാഗം കേട്ടപ്പോഴാണ് എന്നാ പിന്നെ വില്ലനായ പൊട്ടിയ കണ്ണാടിയെ പറ്റി സംസാരിച്ചാലോ എന്ന് ചിന്തിച്ചത്. ഇതിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ റൂമിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന ഓബ്ജക്ട്സ്, നമ്മുടെ വിസിബിലിറ്റിയിൽ നിരന്തരമായി വരുന്ന ഓബ്ജക്ട്സ്, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാലും ഇല്ലെങ്കിലും നമ്മുടെ ഉള്ളിൽ ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഇംപ്രഷൻസിന്റെ ആകെ തുകയാണ് നമ്മുടെ മൈൻഡ് സെറ്റ്. അപ്പോൾ നമ്മൾ ഒരുപാട് ഡിസോർഡേർഡ് ആയിട്ടുള്ള റൂമിൽ ചെലവഴിക്കുന്ന ഒരു വ്യക്തിയുടെ മൈൻഡ് സെറ്റും നീറ്റ്ലി ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു റൂമിൽ സ്പെൻഡ് ചെയ്യുന്ന വ്യക്തിയുടെ മൈൻഡ് സെറ്റ് തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. പൊട്ടിയ കണ്ണാടി ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആണ്. ഇതിന്റെ എഡ്ജസ് ഒക്കെ ഷാർപ്പ് ആൻഡ് റഫ് ആണ്. നമ്മൾ നിരന്തരമായി ഉപയോഗിക്കുന്ന സ്ഥലത്ത് ഈ കണ്ണാടി വെക്കുമ്പോൾ ഇത് കാരണം നമുക്ക് മുറിവേൽക്കാനും സാധ്യതയുണ്ട്. ഇതെല്ലാം നെഗറ്റിവിറ്റീനെ അസോസിയേറ്റ് ചെയ്യുന്ന ഘടകങ്ങളാണ്. അപ്പോൾ ഈ ഒരു കണ്ണാടിയെ നോക്കി നമ്മൾ നിരന്തരമായി ഒരുങ്ങുമ്പോൾ ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ക്വാളിറ്റിയാണ് ഇൻകംപ്ലീറ്റ്നെസ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലും ഇത് റിഫ്ലക്റ്റഡ് ആകാനുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മൾ എപ്പോഴും കാണുന്നത് ഇതിനെയാണ്. ഇങ്ങനെ പൊട്ടിയിരുന്ന കണ്ണാടി ഇതുപോലെ മനോഹരമാക്കുമ്പോൾ ആ സ്പേസിന്റെ എൻറ്റയർ വൈബിനെ തന്നെ ചേഞ്ച് ചെയ്യാണ്. നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ് ആകുമ്പോൾ അത് ഒന്നുകൂടെ ഗംഭീരമാവുകയാണ്. ഇതുപോലെ നമ്മുടെ സ്പേസ് നീറ്റായി ബ്യൂട്ടിഫുൾ ആയിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ അങ്ങനെ ഒരു സ്പേസിൽ സ്പെൻഡ് ചെയ്യുന്ന ആളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഒടുവിൽ പോസിറ്റീവായിട്ടേ ഭവിക്കുള്ളൂ. അപ്പൊ പൊട്ടിയ കണ്ണാടിയെ ഇനി പേടിക്കണ്ട.